Hello, my dear friends. Welcome to my YouTube channel, Prahari's Care. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എന്നാൽ അധികമാരും ഒരുപാട് പബ്ലിസിറ്റി കിട്ടാത്ത ഒരു സബ്ജക്റ്റ്. സ്ട്രാറ്റജിക്, ജിയോ പൊളിറ്റിക്കൽ എല്ലാം ഇൻട്രസ്റ്റ് എടുക്കുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും. പിന്നെ ഒരുപാട് എൻവിറോൺമെൻ്റൽ പാരിസ്ഥിതിക പ്രിയമുള്ള ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും. ഇറ്റ്സ് എ very important subject which India is going to take over. The Greater Nicobar Development Project. അന്തമാൻ നിക്കോബർ ഐലൻഡിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിൻ്റെ ഒരു രൂപരേഖ എല്ലാം അപ്രൂവായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പണികളൊക്കെ തുടങ്ങാൻ ടെൻഡറും കാര്യങ്ങളൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ, എന്താണ്, അതൊക്കെ ശരിയാണോ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ, ഇനി ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി പാലും വെള്ളത്തിൽ വരില്ലേ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മളൊരു 2 പാർട്ടായിട്ട് ചെയ്യുന്നത് ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് 2 പാർട്ടായിട്ട് ചെയ്യാം. ഫസ്റ്റ് അതിൻ്റെ ഒരു ബേസിക്സ് പറഞ്ഞു പോകാം, പിന്നെ ബെനിഫിറ്റ്സ് എല്ലാം അടുത്ത എപ്പിസോഡിൽ പറയാം. ഓക്കെ, ദി ഗ്രേറ്റർ Nicobar Development Project is a large infrastructure initiative proposed by the Government of India on Greater Nicobar Islands in the Andaman Nicobar Islands, aimed at building an international container transshipment terminal, a dual-use civil and military airport, എ പവർ പ്ലാന്റ് ആൻഡ് എ ടൗൺഷിപ്പ്. ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, അന്തമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മലാക്ക റൂട്ടുണ്ട്. അതാണ് ഷിപ്മെൻ്റ് മെയിൻ റൂട്ട്. ചൈന അവിടെ ഒരുപാട് സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് അവിടെ ഇരുന്നു കൊണ്ട് നമ്മളെ ദ്രോഹിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ചൈനയ്ക്കൊരു തടയിടാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി വി ആർ ഗോയിങ് ടു ദിസ്. ഇത്രയും കാശ് ചിലവാക്കി, ഇത്രയും ഫണ്ടിങ് ആവശ്യമുള്ള ഒരു പ്രൊജക്റ്റിന് ഇന്ത്യ മുതിരുന്നത് ഭാവിയെ കണ്ടുകൊണ്ടാണ്. ഭാവിയിൽ ചൈന ഒരു ത്രെറ്റായിട്ട് നിലകൊള്ളുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഓൺലി ടു കൗണ്ടർ ചൈന ബേസിക്കലി. ബട്ട് ഇൻ ഡൂയിങ് സോ വി ആർ ഗെറ്റിംഗ് മെനി ബെനിഫിറ്റ്സ് ഓൾസോ. ഇതിന് കുറച്ച് ഡീമെറിറ്റ്സ് കൂടെ ഉണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കി പോകാം. ഓക്കെ, ദി പ്രോജക്റ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു സ്ട്രെങ്തൻ ഇന്ത്യസ് സ്ട്രാറ്റജിക് പ്രസൻസ് ഇൻ ദി ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ആൻഡ് റെഡ്യൂസ് റിലയൻസ് ഓൺ ഫോറിൻ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്സ് ബൈ ലെവറേജിംഗ് ദി ഐലൻഡ്സ് പ്രോക്സിമിറ്റി ടു മേജർ ഷിപ്പിംഗ് റൂട്ട്സ് സച്ച് ആസ് ദി സ്ട്രൈറ്റ് മലാക്ക. മലാക്കയുടെ ആ റൂട്ടിൽ തന്നെ വരുന്നൊരു സംഭവമായതുകൊണ്ട് നമുക്കിതുകൊണ്ട് ബെനിഫിറ്റ് എടുക്കാം. നമ്മളിപ്പോൾ ഹ്യൂജായിട്ടുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്സുകൾ, ടെർമിനൽസ് നമുക്കില്ല. ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം വന്നില്ലേ ഇവിടെ ട്രിവാൻഡ്രത്ത്, അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് വന്നാൽ സിംഗപ്പൂരിനെ പോലും, കൊളംബോയിലും സിംഗപ്പൂരിലൊക്കെ ഉള്ളതുപോലെ ഒരു മികച്ച ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാവും. ഒരു ഡുവൽ യൂസ് എയർപോർട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ടൗൺഷിപ്പ് കാര്യങ്ങൾ അങ്ങനെയാണ്. ബട്ട് ഡെവലപ്മെൻറ്റ് ഹാസ് എ ഗ്രേ ഏരിയ ഓൾസോ. നമ്മൾ ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കും ബയോഡൈവേഴ്സിറ്റിക്കൊക്കെ ചില എഫക്ഷനൊക്കെ വരും. അതൊക്കെ ഒരു പ്രശ്നമാണിപ്പോൾ ഇന്നത്തെ കാലത്ത്. ഹിസ്റ്ററി. A feasibility report commissioned by Niti Aayog was prepared by AECOM India. അതൊരു കമ്പനിയാണ്, ഗ്ലോബൽ കമ്പനിയാണ്. അത് ഡീൽ ചെയ്യുന്നത് ആർക്കിടെക്ചർ, എൻജിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെൻറ്റ്, എ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ കൺസൾട്ടിംഗ് ഫേം. ഓൺ 25 May 2021, terms of reference of project was granted after meeting held by expert appraisal committee. ഇത് 2021 തന്നെ അപ്രൈസൽ കമ്മിറ്റി ഇത് ഗ്രാൻഡ് ചെയ്തൊരു പ്രൊജക്റ്റാണ്.
ബട്ട് ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതിൻ്റെ ഒരു എന്താ പറയുന്നത് പ്രോസ് ആൻഡ് കോൺസ് ഒക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജിയോഗ്രഫി. ഹോളിസ്റ്റിക് മാസ്റ്റർ പ്ലാൻ ഫോർ ദി പ്രോജക്റ്റ് ഔട്ട്സൈഡ് ദി ഗലാറ്റിയ നാഷണൽ പാർക്ക് കവേഴ്സ് ആൻ ഏരിയ ഓഫ് 166.10 square kilometer covering 7 revenue villages which falls under the jurisdiction of 3 ഗ്രാമപഞ്ചായത്ത്. ഗ്രേറ്റ് നിക്കോബാറിലുള്ള 3 ഗ്രാമപഞ്ചായത്തുകളിൽ കിടക്കുന്ന റവന്യൂ വില്ലേജസ് 7 റവന്യൂ വില്ലേജസിലൂടെയാണ് ഇത് അവിടെ നടക്കുന്നത്. അവിടെയൊക്കെ ഒരുപാട് പുരോഗമനം വരും, ഡെവലപ്മെൻറ്റ് വരും. ബട്ട് അറ്റ് ദി സെയിം ടൈം അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതും സ്റ്റഡി ചെയ്യണം. ബട്ട് ഇറ്റ് ഈസ് ദി നീഡ് ഓഫ് ദി അവർ. നമ്മുടെ ആസ് എ കൺട്രി, ആസ് എ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓഫ് ദി കൺട്രി, ഇങ്ങനെയൊരു സംഭവം വന്നാൽ നമുക്ക് 4 ഭാഗത്തും ബോണ്ടറി ചെയ്യാൻ പറ്റും. സർവൈലൻസ് നമ്മളത് വളരെ ബ്യൂട്ടിഫുള്ളാവും. ദി പ്രോജക്റ്റ്. ദി ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ് ഈസ് 75,000 crores. അത് 2022 കണക്കാണ്. 75,000 crores and corrected to 81,000 crores in 2025. ഇത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഇത് എവരി 2 years ഇത് കൂടിക്കൊണ്ടിരിക്കും. ആസ് കൺസീവ്ഡ് ബൈ നിതി ആയോഗ് ആൻഡ് ഈസ് ബീങ് ഡെവലപ്ഡ് ബൈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ANIIDC ആണ് ഈ ഇൻ്റർനാഷണൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് പറയുന്നത്. ഓഫറിങ് ജിയോ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഫോർ ഡിഫൻസ്. ഡിഫൻസിൻ്റെ വളരെയധികം ജിയോ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് വരും ഇതിന്. ലോജിസ്റ്റിക്സ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഇക്കോ ടൂറിസം, കോസ്റ്റൽ ടൂറിസം ആൻഡ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ശത്രു രാജ്യം നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ നേരിട്ട് യുദ്ധം ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് കണ്ടത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ മിസൈൽ, ഡ്രോൺ അറ്റാക്ക്, മിസൈൽ അറ്റാക്ക് ഇതൊക്കെയാണ്. ബട്ട് അതെല്ലാം നടക്കുന്ന എവിടെയാണ്? നമ്മുടെ നാട്ടിലാണ് അല്ലേ? നേരെ മറിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇവിടെ വളരെ ദൂരത്തിരുന്നുകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ഏരിയസിനെയും, ഇന്ത്യയുടെ എല്ലാ ഏരിയസിനെയും കവർ ചെയ്യുന്ന ഒരു രീതിയിൽ നമുക്ക് ശത്രുക്കളുടെ നീക്കങ്ങൾ പരാജയപ്പെടുത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, ട്രേഡ് സോൺ തുറക്കും, അങ്ങനെ ഒരുപാട് കൊമേഴ്സ്യൽ സംഭവങ്ങളൊക്കെ വരും. അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജാണ്. ഫസ്റ്റ് നമ്മുടെ ഡിഫൻസാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ദി പ്രോജക്റ്റ് ടു ബി കംപ്ലീറ്റഡ് ഇൻ ഫേസസ്. ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. ഓവർ 30 years, 30 വർഷത്തിനുള്ളിൽ, 30 വർഷത്തിലധികം സമയം ഇതിനെടുക്കുമെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. വിച്ച് ഇൻക്ലൂഡ്സ് ഗലാറ്റിയ ബേ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ. ഓക്കെ. 2. ഗ്രേറ്റർ നിക്കോബാർ ഇൻ്റർനാഷണൽ എയർപോർട്ട്സ്. A greenfield airport on immediate northeast side of Galatia Bay with peak cover capacity of 4,000 passengers. അതായത് ഈ ഡുവൽ യൂസ് എയർപോർട്ട് മിലിറ്ററിക്കും അതുപോലെ തന്നെ പാസഞ്ചേഴ്സിനും ടൂറിസ്റ്റിനൊക്കെ വരാൻ പോകാൻ ഒക്കെ പറ്റുന്നത്. അതിൻ്റെ ഒരു കപ്പാസിറ്റി പീക്ക് അവേഴ്സിൽ ഒരു 4,000 പാസഞ്ചേഴ്സിൻ്റെ ഒരു കപ്പാസിറ്റിയാണ് അതിലുള്ളത്. എനിക്ക് തോന്നുന്നു ഡൽഹി എയർപോർട്ടിലൊക്കെ 2,500-3,000 ഓരോ മണിക്കൂറിൻ്റെ പാസഞ്ചേഴ്സ് മാക്സിമം പീക്ക് അവേഴ്സിലുള്ളത്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് പ്രൊജക്റ്റ്. നോ. ഗ്രേറ്റർ നിക്കോബാർ ഗ്യാസ് ആൻഡ് സോളാർ പവർ പ്ലാന്റുകൾ വരും. പവർ പ്ലാന്റ് വരുന്ന നമ്മുടെ എനർജി ക്രിയേഷനൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു സംഭവമാണത്. ഓക്കെ. അബൌട്ട് 450 MVA കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. മെഗാബൈറ്റ് ആംപിയർ കപ്പാസിറ്റി. സ്പ്രെഡ് ഓവർ 16,610 hectares. 2 new greenfield coastal cities are on the south-east side of the Greater Nicobar Island between Campbell Bay and Galatia Bay, and another on southwest side of the Greater Nicobar Island to the west of Galatia. 2 ടൗൺഷിപ്പാണ് ഇവിടെ, സിറ്റീസാണ് ഉദ്ദേശിക്കുന്നത് അവർ. ഓക്കെ. Other projects components also include cruise ship terminal, luxury tourism resorts hub, industrial hub. അതൊക്കെ അതിൻ്റെ കൂടെ
പിന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോഴവിടെ എന്താണുള്ളത്? ഇപ്പോഴവിടെ ഉള്ളത് INS ബാജ് നേവൽ ബേസ് വിത്ത് എക്സിസ്റ്റിംഗ് എയർ സ്ട്രിപ്പ് അറ്റ് ക്യാമ്പൽ ബേ under the Andaman and Nicobar Command connects island with Car Nicobar and Port Blair air bases. കാർ നിക്കോബാർ, പോർട്ട് ബ്ലെയർ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ സ്ഥലങ്ങളാണ്, ദ്വീപുകളാണ്, ദ്വീപ് സമൂഹമാണ്. ദ്വീപമാല എന്ന് പറയാം, നമുക്ക് ദ്വീപമാല എന്ന് പറയാം. മാലയായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അതിൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെനി ഓഫ് യു മൈറ്റ് ഹാവ് വിസിറ്റഡ് ഓൾസോ. എനിക്കിതുവരെ പോകാൻ പറ്റില്ല. പലപ്പോഴും ഒരുങ്ങിയതാണെങ്കിലും സർവീസിലിരിക്കുമ്പോഴും ശ്രമിച്ചിരുന്നു, അത് റിട്ടയർമെൻ്റായിട്ടും ശ്രമിച്ചിരുന്നു. ബട്ട് ഐ കുഡ് നോട്ട് മേക്ക് ഇറ്റ്. ബട്ട് സൂണർ ഓർ ലേറ്റർ ഐ വിൽ ബി ഗോയിങ് ദർ. എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. പാരിസ്ഥിതിക എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് ഇതിൻ്റെ വരുന്നത്? ആഫ്റ്റർ വെയിങ് ദി ഫോളോയിങ് പ്രോസ് ആൻഡ് കോൺസ്, ബെനിഫിറ്റ്സ് ആൻഡ് mitigation strategies, the project was granted the environmental clearance by the Ministry of Environment, Forest and Climate Change Expert Appraisal Committee in November 2022. ഇതിന് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി 2022. ഫ്ലോറ ആൻഡ് ട്രീ ഫെല്ലിംഗ്. ഫ്ലോറ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പ്ലാന്റ് ലൈഫ്, അവിടുത്തെ പ്ലാന്റ്സ്, സസ്യലോകം അവിടുത്തെ. ആൻഡ് ട്രീ ഫെല്ലിങ് ആണ് മരം മുറി നന്നായിട്ട് നടക്കും. ഇത്രയും ഈ കാട് പ്രദേശത്ത് ഇത് എത്ര മരങ്ങൾ മുറിച്ച് മാറ്റുമെന്ന് ഗോഡ് ഓൺലി നോസ്. ദി പ്രൊജക്റ്റ് ഇൻവോൾവ്സ് ലാർജ് സ്കെയിൽ ഡൈവേർഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് എ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ, എയർപോർട്ട്, ടൗൺഷിപ്പ്, അസോസിയേറ്റഡ് ഫെസിലിറ്റീസ്. അപ്രോക്സിമേറ്റ്ലി 9.64 lakh ട്രീസ് വുഡ് ബി എഫക്റ്റഡ് ബൈ ട്രീ ഫെല്ലിംഗ്. 9,64,000 ട്രീസ് മുറിച്ച് മാറ്റപ്പെടേണ്ടി എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പക്ഷേ എക്സ്പെർട്ടായിട്ട് ആളുകൾ പറയുന്നത് ഇതൊക്കെ ഡെൻസിലി ഗ്രോൺ ഫോറസ്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ മുറിച്ച് മാറ്റുമ്പോഴേക്കും ഇത് മില്യൺസ് ഓഫ് ട്രീസ് മുറിച്ച് മാറ്റപ്പെടേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണൊരു വിഷയം അവിടെ. ട്രീ ഫെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മരം നട്ട് നാട് നന്നാക്കാൻ നോക്കുന്ന ആളുകൾ ഈ മരം മുറി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ പ്രശ്നമാണത്. എനിവേ നോക്കാം. കോറൽ. നെക്സ്റ്റ് ഈസ് കോറൽ. കോറൽ എന്ന് പറഞ്ഞാൽ ഈ പവിഴപ്പുറ്റ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ദി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യാസ് 2021 എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഫോർ ദി പ്രൊജക്റ്റ് നോട്ടഡ് ദാറ്റ് കോറൽ കോളനീസ് വിത്തിൻ പാർട്സ് ഓഫ് ദി പ്രൊപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ ഏരിയ വുഡ് നീഡ് ടു ബി ട്രാൻസ്ലൊക്കേറ്റഡ് ടു മിറ്റിഗേറ്റ് ഇമ്പാക്ട്സ്. ഇതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്, ടു മിറ്റിഗേറ്റ് ദി ഇമ്പാക്ട്സ്, ഈ പവിഴപ്പുറ്റുകളെല്ലാം വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി, അതിനുള്ള സ്ഥലങ്ങളൊക്കെ സൈറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഫോണ എന്ന് പറയുമ്പോഴത്തേക്ക് അനിമൽ ലൈഫ് അവിടുത്തെ. ദി ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട്സ് ലൊക്കേറ്റഡ് വിത്തിൻ 10 kilometers റേഡിയസ് ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ നിയർ ഗലാറ്റിയ ബേ ത്രട്ടൻസ് റയർ ഫോണ, അതായത് റയറായിട്ട് കാണപ്പെടുന്ന മൃഗങ്ങൾ, സച്ചാസ് ലെതർ ബാക്ക് സീ ടർട്ടിൽ, ആമ, പിന്നെ സാൾട്ട് വാട്ടർ ക്രോക്കഡൈൽ, മുതലകൾ, സാൾട്ട് വാട്ടർ ക്രോക്കഡൈൽ എന്നാണ് പറയുന്നത്. പിന്നെ നിക്കോബാർ മെക്കാക്കോ, അതൊരു തരം കുരങ്ങാണ്, നിക്കോബാർ മെക്കാക്കോ. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? ലെതർ ബാക്ക് സീ ടർട്ടിൽ, സാൾട്ട് വാട്ടർ ക്രോക്കഡൈൽ, നിക്കോബാർ മെക്കാക്കോ. ഈ 3 ജീവികളെ തീർച്ചയായിട്ടും ഇത് ബാധിക്കുമെന്നാണ് പറയുന്നത്. അതിനെയൊക്കെ കുറേ മാറ്റി സ്ഥാപിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളും ഒരുപാട് സ്റ്റഡികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഇൻ ദി ഏർലിയസ്റ്റ് സ്റ്റേജ് നൗ. ദർ ആർ ഓൾസോ ഇവല്യൂഷൻ ഓഫ് ന്യൂമറസ് എൻഡമിക് സ്പേസ്. അവിടെ ഇവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. കാരണം ആരും കണ്ടെത്താത്ത സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ കുറേ ജീവികൾ ഒക്കെ പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതായത് ഒരു നിക്കോബാർ ക്രേക്ക് എന്ന ഒരു പക്ഷി, അതിനെ കണ്ടുപിടിച്ചത് 2026 പിന്നെ വോൾഫ് സ്നേക്ക് എന്ന് പറഞ്ഞ ഒരു തരം പാമ്പുണ്ട് ഐലൻഡിൽ കാണുന്നത്. വോൾഫ് സ്നേക്ക് വാസ് ഡിസ്ക്രൈബ്ഡ് ഓൺലി ഇൻ 2025. അതിന് 2025 മാത്രമാണ് അതിനെ കാണപ്പെട്ടത് ഡിസ്ക്രൈബ് ചെയ്തത്.
അങ്ങനെ ഇനിയും പേര് പോലും വിളിക്കാത്ത ഒരുപാട് സ്പെസീസ് അവിടെ ഉണ്ട്. അതൊക്കെ ഒരു നോക്കുമ്പോഴത്തേക്ക് പിന്നെ ആ ട്രൈബൽ കൗൺസിൽ അവിടുത്തെ അവർ വന്നിട്ട് കുറേ ഒബ്ജക്ഷൻ ഉണ്ടാക്കുന്നത്. കാരണം ഈ ഫോണ ആൻഡ് ഹ്യൂമൻസ് ദേ ഹാഡ് എ കോ എക്സിസ്റ്റൻസ് തിയറി ദർ. അവരുടെ കൂട്ടത്തിലാണ് മനുഷ്യരും ജീവിക്കുന്നത് അവിടെയുള്ള. ഹ്യൂമൻ ദി പ്രോജക്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് 2 new planned cities in the region will increase population to over 350,000. അതായത് 2 സിറ്റികൾ കൂടെ വരുമ്പോൾ 3 ലക്ഷത്തിൻ്റെ ഒരു പോപ്പുലേഷൻ അവിടെ വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവിടെ ഉള്ളത് വളരെ കുറച്ച് ആളുകളാണ്. അറൗണ്ട് 1761 ഇൻഡിവിജ്വൽസ് ബിലോങ്ങിങ് ടു ദി ഇൻഡിജിനസ് ഷോംപെൻ ആൻഡ് നിക്കോബാരീസ് ട്രൈബ്സ് ലീവ് ഇൻ ദി ഐലൻഡ്. 12,000 ആളുകൾ കാണും മാക്സിമം. 853 square kilometer, approximately 92% total area of Great Nicobar Island designated as tribal reserve. അവർ ട്രൈബൽ റിസർവായിട്ട് പ്രഖ്യാപിച്ചിരുന്ന ഏരിയകളുണ്ട്. ആ ഭാഗത്തേക്ക് നമുക്കൊന്നും പ്രവേശനം ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക സിറ്റുവേഷനാണ് അവിടെ നിലകൊള്ളുന്നത്. അവിടെ ഇങ്ങനത്തെ ഒരു വലിയ ടൗൺഷിപ്പൊക്കെ വന്നതിൽ അവിടെയുള്ള ആളുകൾക്കൊക്കെ വലിയ പ്രശ്നമാകും അത്. അപ്പോൾ അവിടെ വളരെ ജിനോസൈഡ് നടക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നാൽ ജനോസൈഡ് നടക്കുകയെന്ന് പറഞ്ഞാൽ ഇൻ ഫെബ്രുവരി 2024 39 ജനോസൈഡ് എക്സ്പെർട്സ്, വംശഹത്യ നടക്കുന്ന എക്സ്പെർട്സ് ഉണ്ട്. അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്ന എക്സ്പെർട്സ് ഉണ്ട്. അവർ പറയുന്നത് വാണ്ട് ദാറ്റ് ദി ഡെവലപ്മെൻറ്റ് വിൽ ബി എ ഡെത്ത് സെൻറ്റൻസ് ഫോർ ദി ഷോംപെൻ ടാൻഡമൗണ്ട് ടു ദി ഇൻ്റർനാഷണൽ ക്രൈം ഓഫ് ജനോസൈഡ്. ഈ ഷോംപെൻ എന്നുള്ള ആദിവാസി സമൂഹം, ട്രൈബൽ സമൂഹത്തിന് അവർക്കൊരു ഡെത്ത് സെൻറ്റൻസ് പോലെ ആയിരിക്കും ഇത്. റീസൺ ബീയിങ്, അവർക്ക് മറ്റേ പുറത്തുള്ള ആളുകളോട് ഇടപെടിക്ക് ജീവിക്കാൻ പറ്റില്ല. ലിറ്റിൽ ടു നോ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ചെറിയ കുറഞ്ഞ ഇമ്മ്യൂണിറ്റിയേ ഉള്ളൂ. നോ ഇമ്മ്യൂണിറ്റി ഇല്ലാതെ തന്നെ വേണമെങ്കിൽ പറയാം. ലിറ്റിൽ ടു നോ ഇമ്മ്യൂണിറ്റിയാണ്. അവർക്ക് പുറത്ത് ആളുകളുമായിട്ടുള്ള എന്തെങ്കിലും സമ്പർക്കത്തിൽ വന്നാൽ അവർ മരിച്ചു പോകാനും വംശഹത്യ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രോബ്ലംസാണ്. ഇതിൻ്റെ ബെനഫിറ്റ്സ് നമുക്ക് നാളെ പറയാം. ഓക്കെ, എന്നാൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.